ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാനും അമ്മയും പറമ്പിൽ കൂടെ ഇറങ്ങിയേക്കുവാണ്. അതിന് പാകത്തിനുള്ളൊരു ചക്ക അടത്തോണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ റെസിപ്പിയാണ് ഞങ്ങളുടെ നാട്ടിൽ ചക്കപ്പുഴുക്കെന്ന് പറയുന്നത്. അല്ലാതെ തേങ്ങ അരച്ച് ഒതുക്കി ഇടുന്ന ആ ഒരു ചക്കയുടെ റെസിപ്പിക്ക് ഞങ്ങൾ ചക്ക വേവിച്ചത് അല്ലെങ്കിൽ ചക്ക ഇളക്കി വാങ്ങിയതെന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ. മറ്റുള്ള നാടുകളിൽ ഇതുണ്ടാക്കാറുണ്ടോയെന്നും എനിക്കറിയില്ല. ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അനു കട്ടപ്പനക്കാരിയാണ്. അപ്പോൾ ഈ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നപ്പോൾ അനു എന്നോട് ചോദിച്ചു, ചേച്ചി ഇതിനകത്ത് തേങ്ങയും ജീരകവും ഒക്കെ ഒതുക്കി ഇടാറില്ലേ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എല്ലായിടും ഒന്നും ഇങ്ങനത്തെ ഒരു പുഴുക്ക് ഉണ്ടാക്കാറില്ല എന്ന്. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ റെസിപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചക്ക അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ സഹായി ഷീല ചേച്ചിയും കൂടെ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ചക്കയൊരുക്കലൊരു ഭയങ്കര ആഘോഷമായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടിയിരുന്ന് അല്ലെങ്കിൽ അയൽവക്കത്തെ ചേച്ചിമാരും ഒക്കെ വന്നിരുന്ന് കൂടിയാണ് ചക്കയൊരുക്കൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ആർക്കും ചക്ക വേണ്ടാത്തതുകൊണ്ട് ആരും ഇല്ല. അപ്പോൾ നമ്മൾ ഒരുക്കിയെടുത്ത ചക്കയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2 വെള്ളം നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം ആ ചക്ക ഒരുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മണ്ണോ പൊടിയോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് അരിയുന്നൊന്നുമില്ല. ഈ ചക്കച്ചോള അതുപോലെ തന്നെ ഇടുവാണ്. മുഴുവനായിട്ട് തന്നെ ഇട്ടാണ് ഇത് വേവിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുവാണ്. അമ്മ ഇതിനകത്ത് ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും വെള്ളം, ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. എന്നിട്ട് നമ്മളൊരു മൂടി കൊണ്ട് അടച്ച് ഇത് വേവിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് എടുത്ത് പാത്രം ഒന്ന് ഷേക്ക് ചെയ്ത് അതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാതെ സ്പൂണിട്ട് ഇത് ഇളക്കരുത്. സ്പൂണിട്ട് ഇളക്കി കഴിയുമ്പോൾ ചക്ക ഉടഞ്ഞു പോവും. ഇങ്ങനെ ഈ മുഴുവനായിട്ട് തന്നെ ഈ ചുള ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇനി വീണ്ടും നമ്മളൊന്നുകൂടെ അടപ്പെടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂടെ പൊടികളൊന്നും ചേർക്കുന്നില്ല, വെറും തേങ്ങാപ്പീര മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചക്ക മിക്സ് ചെയ്ത പോലെ തന്നെ പാത്രം എടുത്തൊന്ന് കുലുക്കി എല്ലാ ഭാഗത്തും ഈ തേങ്ങാപ്പീരയും ചക്കയും കൂടെ മിക്സ് ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, നല്ല പോലെ ഇളക്കി എല്ലാ ഭാഗത്തും ആ തേങ്ങാപ്പീര എത്തണം. സ്പൂണിട്ട് ഇളക്കുന്നില്ല, ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോകും. വെന്ത ചക്കയല്ലേ. അപ്പോൾ ഈ ചക്കയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉപ്പും പുളിയും ഉടച്ചത് അല്ലെങ്കിൽ ചമ്മന്തി അച്ചാറൊക്കെയാണ്. മീൻ കറി കൂട്ടി കഴിക്കുന്നതിലും ടേസ്റ്റ് അങ്ങനെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ബൈ.